നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ അഞ്ചാമതും നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും അതിൽ ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തിരുന്നു. നിപ്പ വൈറസ് എന്നത് ഒരു സൂണോട്ടിക് ഡിസീസാണ്, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു തരം വൈറസ്. ഇത് ആദ്യമായി കണ്ടെത്തുന്നത് 1998-99 കാലഘട്ടത്തിൽ മലേഷ്യയിലെ സുങ്കായ് നിപ്പ എന്ന ഒരു വില്ലേജിലെ പിഗ് ഫാർമേഴ്സിലാണ്. നിപ്പ എന്ന പേര് അതിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഈ വൈറസിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിലുമാണ്. ഇനി ഈ വൈറസ് എങ്ങനെ മനുഷ്യരിലേക്ക് എത്തുന്നു എന്ന് നോക്കാം. അതായത് ഇൻഫെക്റ്റഡായ പന്നികളുടെയോ വവ്വാലുകളുടെയോ സ്രവം ക്ലോസ് കോണ്ടാക്റ്റിലൂടെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വൈറസ് ബാധ ഏൽക്കാം. ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 4 മുതൽ 14 ദിവസം വരെ എടുക്കാം. ഇനി നിപ്പ വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകാമെന്ന് നോക്കാം. ഈ ലക്ഷണങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം, അതായത് ഏർലി സിംറ്റംസ് ആൻഡ് ലേറ്റ് സിംറ്റംസ്. ഏർലി സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഏതൊരു വൈറസ് ബാധയ്ക്കും വരാവുന്നതുപോലെ ശക്തമായ പനി, ശക്തമായ തലവേദന, ശക്തമായ ബോഡി പെയിൻ, അതേപോലെ ചുമ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്നിവയൊക്കെ ആദ്യം കാണാം. ലേറ്റ് സിംറ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ, എൻസെഫലൈറ്റിസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, കോമ, നെക്ക് സ്റ്റിഫ്നെസ് എന്നിവയൊക്കെ കാണാം. ഇതിൻ്റെ മരണനിരക്ക് വളരെ കൂടുതലാണ്, അതായത് ഏകദേശം 40 മുതൽ 75% വരെയാണ്. നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് PCR ടെസ്റ്റിലൂടെയാണ്. അതുപോലെ റീസെൻറ്റ് ഹിസ്റ്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാവൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിക്കായിട്ടുള്ള അനിമൽസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ വൈറസ് ബാധ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇതുവരെയില്ല. ഇനി നിപ്പ വൈറസ് ബാധ എങ്ങനെ തടയാമെന്ന് നോക്കാം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. എന്തെങ്കിലും പനിയോ ചുമയോ ജലദോഷമോ ഒക്കെ ഉള്ളപ്പോൾ N95 മാസ്ക് തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഴങ്ങൾ വൃത്തിയായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. കേടായ പഴങ്ങൾ കഴിക്കാതിരിക്കുക. സിക്ക് അനിമൽസുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റ് ഒഴിവാക്കുക. സ്റ്റേ സേഫ്. താങ്ക് യു.